മമ്മാസ്, നമ്മളെല്ലാവരും പഠിച്ച കാലത്ത് നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ളത് എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ എങ്ങനെയായിരിക്കും അല്ലേ? പക്ഷേ ഇപ്പം അതിൻ്റെ സൗണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴത്തെ സിലബസിൽ നമ്മൾ അതിൻ്റെ സൗണ്ട്സിനെ പറ്റിയിട്ടും വവൽസും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോണിക് സൗണ്ട് എന്താണെന്നും അത് നമ്മൾ നന്നായിട്ട് അറിയുമ്പോൾ മാത്രമേ കുട്ടികൾക്ക് നമുക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. റീഡിങ്ങിനും അതേപോലെ തന്നെ റൈറ്റിങ്ങിനും ഫോണിക് സൗണ്ടിൻ്റെ ഉപയോഗം എത്ര മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളെ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഫോണിക് സൗണ്ട്, അതെങ്ങനെയൊക്കെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. 3-4 സ്റ്റെപ്സ് വെച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ സൗണ്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു 26 ആൽഫബറ്റ്സിലും 44ഓളം സൗണ്ട്സ് ഉണ്ടെന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെ ഒരു ആൽഫബറ്റിൽ തന്നെ ഇപ്പം ഇ എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമ്മൾ ഒരുപാട് സൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എഗ് എന്ന് പറയുമ്പം ഈക്ക് എ എന്നാണ് യൂസ് ചെയ്യുന്നത്, എഗ്. അതുപോലത്തെ നോർമലി ഉള്ളത്. എന്നാൽ ഈ തന്നെ യൂസ് ചെയ്യുന്ന ഈഗിൾ എന്ന് പറയുമ്പോൾ ഈ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സൗണ്ട്സിൽ ചേഞ്ചസ് ഉണ്ട്. ഒരു ആൽഫബറ്റിൽ തന്നെ 2-3 സൗണ്ട്സൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അതിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് പറയുന്നതുണ്ട്. അതേപോലെ ഡയഗ്രാംസ് ഉണ്ട്. ഇതൊക്കെ ഡിഫറൻസ് ആയിട്ട് അതിൽ പഠിക്കാനുണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ വഴിയിൽ പഠിക്കുമ്പോഴാണ് കുട്ടികൾക്ക് റീഡ് ചെയ്യാനും അതേപോലെ തന്നെ റൈറ്റ് ചെയ്യാനും വളരെ എളുപ്പമാവുന്നത്. എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് നോർമലി നമ്മളൊക്കെ ചെയ്യണ പോലെ ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ അവർക്കെല്ലാം ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും. അപ്പം നമുക്ക് ഓരോ വഴിയായിട്ട് നോക്കാം. ഇപ്പം ആദ്യം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഓരോ ലെറ്റേഴ്സിൻ്റെയും സൗണ്ട്സ് എന്താണെന്ന് നോക്കാം. ഓരോ സൗണ്ട്സ് വെച്ചിട്ട് അതവർ ആൽഫബറ്റ്സ് പഠിക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ പഠിക്കുകയാണെങ്കിൽ അവർക്ക് കാണുമ്പം ഒരു വേർഡ് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ സൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ആൽഫബറ്റ്സ് പഠിച്ചപ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട ഒന്നാണ് ഓരോന്നിൻ്റെയും സൗണ്ട്സ് എന്താണെന്ന്. അപ്പം നമുക്ക് എന്താ നോക്കാം. ആഡ് സൗണ്ട് എന്ന് പറയുന്നത് അ, എ, അ, ആപ്പിൾ, എ, അ, എയ്റോപ്ലെയിൻ. ഇങ്ങനെയൊക്കെ നമുക്ക് എക്സാമ്പിൾ മുഴുവനായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കാം കേട്ടോ. അപ്പോൾ ഒരു സൗണ്ടിനെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. പിന്നെ ബി, ബ്, ബോൾ, ബി, ബ്, ബോൾ. സി, ക്ക്, കാറ്റ്, സി, ക്ക്, കാറ്റ്. അതിന് ഡിഫറെൻറ്റ് സൗണ്ട്സ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പെൻസിൽ എന്നൊക്കെ പറയുമ്പം അതിൽ സി വരുന്നതിന് സ് തന്നെയാണ് സൗണ്ട്. അത് നമുക്ക് പിന്നീട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ആദ്യം അവർ എല്ലാം പഠിക്കുക. അതിന് ശേഷമാണ് അവർ അതിൻ്റെ ഡിഫറെൻറ്റ് സൗണ്ട്സും അത് യോജിപ്പിക്കുമ്പോഴുള്ള സൗണ്ട്സ്, ഡയഗ്രാം, ബ്ലെൻഡിങ് സൗണ്ട്സ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് നോക്കാം. ആദ്യം ഈ ഒരു നോർമൽ ഉള്ളത് കുഞ്ഞുങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഡി, ഡ്, ഡോഗ്, ഇ, എ, എഗ്, ഇ, എ, elephant, F, fan, F, fish, F എന്നാണ് പറയാം. G, g, girl, G, g, girl, H, അങ്ങനെ പറയാം. സൗണ്ട് ഒരു നമ്മൾ കാറ്റ് ഇതാവുന്ന പോലെ. H, hen, H, hen. I, E, igloo, I, E, igloo. J, ch, J, j, jug, J, j, jug. K, കെയും സിയും രണ്ടും സെയിം ആയിട്ട് ഉച്ചരിക്കും. അതിൽ വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് പിന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ക്ക്, ഖ്, കൈറ്റ്, ക്ക്, ഖ്, കൈറ്റ്. എൽ, എൽ, ലയൺ, എൽ, ലയൺ. എം, monkey, M, monkey, M, monkey. N, nose, N, nose, O, orange, O, orange. P,
parrot. P, pencil. Q, qua, 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 queen. Quilt. Q, qua എന്നാണ് കേട്ടോ അതിൻ്റെ സൗണ്ട്. qua. R, r, r. കുട്ടികൾ ചിലപ്പോൾ രി എന്നൊക്കെ പറയാം, അത് ചെറിയ കുഞ്ഞുങ്ങളല്ലേ. അപ്പം വളരെ സ്പഷ്ടമാക്കുന്ന ആവശ്യമില്ല, നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. ആർ റ് റാബിറ്റ്. ആർ റ് റാബിറ്റ്. എസ് സൺ. എസ് സൺ. ടി ടൈഗർ. ടി ടെയിൽ. ടി ടെൻ. യുവിൻ്റെ സൗണ്ട് ആയാണ്. ആ. അംബ്രല്ല. അങ്കിൾ. യു സൗണ്ട് അ. അംബ്രല്ല. യു അ. അങ്കിൾ. വി വാൻ. വി വാൻ. വി വാൻ. ഡബ്ല്യുവും വിയും ഏകദേശം സെയിം സൗണ്ട് ആണെങ്കിലും വാച്ച് അങ്ങനെ നമ്മൾ പറയില്ലേ, അങ്ങനെ ആണ് മലയാളത്തിൽ. അതിപ്പം എങ്ങനെ എഴുതണ്ടേന്ന് എനിക്ക് അത്ര വലിയ പിടുത്തമില്ല. ഡബ്ല്യു വാച്ച്. എക്സിൻ്റെ സൗണ്ട് എക്സ്. എക്സ്ട്ര. സൈലോഫോൺ. എക്സ് എന്നാണ് വരുന്നത്. വൈൻ്റെ സൗണ്ട് യെല്ലോ. വൈ യെല്ലോ. യാച്ച്. യാക്ക്. വൈൻ്റെ സൗണ്ട് സെഡിൻ്റെ സൗണ്ട് എന്നാണ്. എനിക്കത് മലയാളത്തിൽ എങ്ങനെ എഴുതണ്ടേന്നൊരു പിടുത്തില്ല. സെഡിൻ്റെ സൗണ്ട് സീബ്ര. സെഡ് സീബ്ര. സെഡ് സൂ. സെഡ് സൂ. അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫോണിക് സൗണ്ട് അല്ലെങ്കിൽ ആൽഫബറ്റ് ലെറ്റേഴ്സിൻ്റെ സൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ ഒറ്റ സൗണ്ട്സിനെ കുഞ്ഞുങ്ങൾ ആദ്യം തന്നെ ആൽഫബറ്റ്സ് പഠിച്ച് നന്നായിട്ട് തറവായതിൻ്റെ കൂടെ തന്നെ ഈ സൗണ്ടും കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളൊരു വേർഡൊക്കെ വായിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എഴുതിച്ചു കൊടുക്കുമ്പം അവർക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് ഈ സൗണ്ടിനെ ബ്ലെൻഡ് ചെയ്തിട്ട് വേർഡ്സിനെ വായിക്കാൻ അവർക്ക് ആ ഒരു സമയത്ത് ആ ഒരു പാറ്റേണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ആ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പെട്ടെന്ന് സാധിക്കും കേട്ടോ. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്, എൻ്റെ കുട്ടി ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാണ്. ഇതിന് ശേഷമാണ് നമ്മൾ 2 letters വേർഡ് ബ്ലെൻഡ് ചെയ്തിട്ട് പറയുക. അതുപോലെ 3 letters വേർഡ് ബ്ലെൻഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് പറ്റും. ഇതുപോലത്തെ ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇതുപോലത്തെ ബുക്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള വേർഡ്സും നമുക്കിങ്ങനെ കാണിച്ച് അവർക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവും. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് ലെറ്റേഴ്സിൻ്റെ ആദ്യ ലെറ്റർ എഴുതാനും ഇതുപോലെ മാച്ച് ചെയ്യാനൊക്കെ ഉള്ളത്. അപ്പോൾ അതും കൂടെ അങ്ങനെയെല്ലാം ചെയ്യിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് വീട്ടിൽ നോർമലി നമ്മൾ പേപ്പറിൽ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതെൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എല്ലാത്തിൻ്റെതും. അപ്പോൾ അവർക്ക് ഭയങ്കര കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് എക്സാമ്പിൾസ് ഇതിലുണ്ടാവും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൗണ്ട്സ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. കാരണം അവർക്ക് സ്കൂളിൽ വളരെ ഷോർട്ടായിട്ടാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുക സിലബസിൽ. നമ്മൾ വൈൽഡായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ അവർക്ക് അത്രമാത്രം ഇത് മനസ്സിലാക്കാനും അതിൻ്റെ കൂടെ അടിപൊളിയിൽ അവർക്ക് ഭയങ്കര സ്മാർട്ടായിട്ട് പോകാനും പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.